നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 27/7/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില. റബ്ബർ ഇപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ പാല് 2-3 വർഷത്തിന് മുമ്പുള്ള പാൽ ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം യഥാർത്ഥത്തിൽ രാവിലെ വെട്ടുമ്പോൾ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ മഞ്ഞുമില്ല. കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ റബ്ബർ പാലും കുറയാനുള്ള സാഹചര്യങ്ങൾ. എന്നാൽ റബ്ബർ കർഷകർ വളരെ പ്രതീക്ഷയോടെ ടാപ്പിംഗ് തുടരുകയാണ്. കഴിഞ്ഞ റബ്ബർ കാശ് കൊണ്ട് ഓണത്തിന് അടിച്ചു പൊളിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ പാല് കുറയുന്നതാണ് പ്രശ്നം. റബ്ബർ വില വിശദമായി നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 282, RSS 5 കിലോ 278, ISN 20 247, ലാറ്റക്സ് 60% ആഴ്ചയിൽ 190 രൂപ 40 പൈസ. ലൂസിൻ്റെ വില നോക്കുമ്പോൾ 271, ലോട്ട് 246 മുതൽ 251 രൂപ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 282, RSS 5 കിലോ 278, അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 274, RSS 5 കിലോ 271. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ആഴ്ചയിൽ ഒട്ടുപാൽ കിലോ 183, 60% ആഴ്ചയിൽ ഒട്ടുപാൽ കിലോ 137 രൂപ 25 പൈസ. കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 274, RSS 5 കിലോ 270, ISN 20 239 രൂപ 50 പൈസ മുതൽ 240 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ആഴ്ചയിൽ ഒട്ടുപാൽ കിലോ 169 വരെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ റബ്ബർ കടയെ ഷീറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ കോട്ടയത്തെ വില കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ വ്യാപാരി വിലയാണ് കിട്ടുന്നത്. പല കടകളിലും വ്യത്യസ്ത വിലയാണ്. 1-2 ഒക്കെ കൂടിയും കുറഞ്ഞൊക്കെ കിട്ടും. അത് ഷീറ്റിൻ്റെ ഉണക്കനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ചൊക്കെ ആണ് പൈസ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തൂക്കം കൃത്യമാണെന്നും ശ്രദ്ധിക്കുകയും വേണം. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,285, ഒരു പവന് 1,06,288 ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് 1 ഗ്രാമിനുള്ളിൽ 55 രൂപ, ഒരു പവന് മുകളിൽ 440 രൂപയാണ് സ്വർണ്ണവിലയിൽ കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 45 മുതൽ 55, വെളിച്ചെണ്ണ ലിറ്റർ മില്ലിലെ 340. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടിയിരിക്കുകയാണ്. കൊപ്ര വിലയും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിൻ്റെ കൂട്ട് വെളിച്ചെണ്ണ വിലയും തേങ്ങ വിലയും മാറുമോ എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെയും സംശയം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ സബ്സിഡി ഓണത്തിന് വെളിച്ചെണ്ണയൊക്കെ കിട്ടിയായിരുന്നു. ഈ വർഷം അങ്ങനെ ഗവൺമെൻറ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. സബ്സിഡിക്കായി പോകുമ്പോൾ നമ്മുടെ റേഷൻ കാർഡ് നമ്പരും പോകേണ്ടി വരും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി.